നമസ്കാരം. ഇന്ന് രാവിലെ അസമിലെ ജോർഹട്ട് വിമാനത്താവളത്തിലുണ്ടായ വ്യോമസേനയുടെ AN-32 ട്രാൻസ്പോർട്ട് വിമാന അപകടത്തെക്കുറിച്ച് നമ്മൾ നന്നായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് തോന്നുന്നത്. ഈ AN-32 വിമാനങ്ങളുടെ സുരക്ഷ ഇപ്പോൾ വീണ്ടും ചോദ്യചിഹ്നമാകുകയാണ്. അസമിലെ ജോർഹട്ട് വിമാനത്താവളത്തില് ഇന്ത്യൻ വ്യോമസേനയുടെ AN-32 ട്രാൻസ്പോർട്ട് വിമാനം തകർന്നു വീണ സംഭവം അത്യന്തം നിർഭാഗ്യകരമാണ്, ആശങ്കാജനകമാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. സാധാരണ ദൗത്യം, പതിവ് ദൗത്യം പൂർത്തിയാക്കി സൈനിക താവളത്തിൽ തിരിച്ചിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം റൺവേയിൽ കൃത്യമായി ലാൻഡ് ചെയ്യാതെ വ്യോമസേന താവളത്തിനുള്ളിൽ തന്നെയുള്ള സമീപത്തെ പുൽത്തകടിയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇടിച്ചിറങ്ങിയ ഉടൻ തന്നെ വിമാനത്തിന് വലിയ തീപിടുത്തം ഉണ്ടാകുന്നതിന് പുറമെ വിമാനം പൂർണ്ണമായി തകരുകയും ചെയ്തു എന്നും വാർത്ത വരുന്നുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ വ്യോമസേന താവളത്തിലെ അഗ്നിശമന സേനാ അംഗങ്ങളും അവിടുത്തെ ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തീ അണയ്ക്കാനും രക്ഷാപ്രവർത്തനത്തിലുള്ള ശ്രമങ്ങളും ഒക്കെ ആരംഭിച്ചു. ശരി തന്നെ, പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് 6ലധികം ജീവനക്കാർ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നും സൂചനയുണ്ട്. വ്യോമസേനയുടെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി രാജ്യം കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ സമയത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. അപകടത്തിന്റെ ദൃശ്യങ്ങളിൽ വിമാനം പൂർണ്ണമായി കത്തിയമർന്ന നിലയിൽ കാണപ്പെടുന്നത് ജീവനക്കാര് ജീവനോടുണ്ടോ അവരുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ അപകടം നടന്നതിന് മോശം കാലാവസ്ഥ കൊണ്ടാണോ, അതോ സാങ്കേതിക തകരാറാണോ, അപകടത്തിന് മറ്റെന്തെങ്കിലും കാരണമായോ ആണോ എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് വ്യോമസേന കോർട്ട് ഓഫ് എൻക്വയറിക്കും ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അപകടം, ഈ ഒരു വിമാന ദുരന്തം ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല എന്നതാണ് പ്രത്യേകത. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടലായിട്ട് നമ്മൾ ഇന്ന് കണക്കാക്കപ്പെടുന്ന സോവിയറ്റ് യുക്രൈൻ നിർമ്മിതമായിട്ടുള്ള AN-32 വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഇപ്പോഴത്തെ ഈ ദുരന്തം വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. 4 പതിറ്റാണ്ട് പഴക്കമുള്ള സാങ്കേതിക വിദ്യ ലോകം 2026-ലാണ്, മനസ്സിലാക്കണം. അപ്പോൾ 40 വർഷം മുമ്പുള്ള സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആ വിമാനം കഴിഞ്ഞ 40 വർഷമായിട്ട് വ്യോമസേന ചരക്ക് നീക്കത്തിനും സൈനികരുടെ യാത്രയ്ക്കുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടുവരുന്നുണ്ട്. ഇത്രയും കാലപ്പഴക്കം ചെന്ന ഈ വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കണം. നമ്മുടെ സൈനികരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. AN-32 വിമാനം ഉൾപ്പെടെ കണ്ണീരണിയിക്കുന്ന ഒരു ഭൂതകാലം ഈ വിമാനത്തിന് പ്രത്യേകിച്ചുമുണ്ട്. 1984 ശേഷം ഇതേ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ ഉൾപ്പെട്ട 19ാമത്തെ വലിയ വിമാന അപകടമാണിത്. ജോർഹട്ട് എയർബേസിൽ മാത്രം കഴിഞ്ഞ 7 വർഷത്തിനിടെ നടക്കുന്ന 2ാമത്തെ AN-32 അപകടമാണ്. AN-32 ഇതേ എയർപോർട്ടിൽ 2 തവണ, അതായത് ഈ തവണ അടക്കം 2 തവണ അപകടം ഉണ്ടായി കഴിഞ്ഞു. നേരത്തെ നടന്നിട്ടുള്ളതിൽ 2016 ചെന്നൈ തീരത്ത് കാണാതായിട്ടുള്ള ഇതേ വിഭാഗത്തിലുള്ള ഒരു വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ 2016 കാണാതായതാണ്. അത് പിന്നെ കിട്ടിയത് 2024 ജനുവരിയിലാണ് കടലിൽ നിന്ന് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്, വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അന്ന് 29 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കൂടാതെ 2019 ജോഹട്ടിൽ നിന്ന് അരുണാചൽ പ്രദേശിലേക്ക് പറന്ന AN-32 വിമാനം തകർന്ന് 13 സൈനികരും ഒന്ന് കൊല്ലപ്പെട്ടിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഈ AN-32 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാലപ്പഴക്കം, അതിന്റെ സാങ്കേതിക പഴക്കം അതൊക്കെ മാറ്റി ഇപ്പോഴത്തെ 2026 ടെക്നോളജിയിലേക്ക് നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള വിമാനങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കണം, അല്ലെങ്കിൽ നിർമ്മിക്കേണ്ട ഒരു സാഹചര്യം എന്നോ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സൈനികരുടെ ജീവൻ വെച്ചിട്ടുള്ള ഈ കളി ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഡിജിറ്റൽ ഇന്ത്യ ആയാലും ഏതിന്ത്യ ആയാലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ, നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാർ അവരുടെ ജീവനും അവരുടെ ജീവിതത്തിനും, കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് സുരക്ഷയുള്ളൂ, നമ്മുടെ ജീവിതമുള്ളൂ. അവർ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സുഖമായി കിടന്ന് ഉറങ്ങുന്നത് എന്നൊരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവനും അവരുടെ ജീവിതവും കൂടി നമ്മൾ കാറ്റിൽ പറത്താൻ പറ്റില്ല, സംരക്ഷിക്കേണ്ടതുണ്ട്, സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ഈ സൈനികർക്കും വൻ ദൗത്യങ്ങളിൽ പങ്കാളിയാവുന്ന വ്യോമസേന ഉദ്യോഗസ്ഥർക്കും ഒക്കെ സുരക്ഷിതമായ ഒരു യാത്രാ സൗകര്യം ഒരുക്കുക എന്നത് നമ്മുടെ രാജ്യത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. ഇത്രയധികം കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ ഇനിയും സർവീസിൽ ഉപയോഗിക്കുന്നത് എത്രത്തോളം യുക്തിസഹജമാണ്, അല്ലെങ്കിൽ ഒന്നൊന്ന് ആലോചിക്കണം. കാരണം ഈ വ്യോമസേനയും പ്രതിരോധ മന്ത്രാലയം ഒക്കെ ഗൗരവമായി ഇത് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഈ അപകടത്തെക്കുറിച്ച് നിഷ്പക്ഷവും സമഗ്രവുമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതിന്റെ കാലപ്പഴക്കമാണോ, ഇനിയും ഈ വിമാനം ഉപയോഗിക്കണോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. തങ്ങളുടെ ജീവൻ രാജ്യത്തിനായി സമർപ്പിച്ച ആ ധീര സൈനികർക്ക് മുന്നിൽ 2 ഇശ്രു കണ്ണുനീർ പ്രണാമം അർപ്പിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. പക്ഷെ നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇനിയും അവരുടെ ജീവനും അവരുടെ ജീവിതമൊക്കെ നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ ഭാരതീയർക്ക് വേണ്ടിയുള്ളതാണ്.
അവർ ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ സുഖമായി കിടന്ന് ഉറങ്ങുന്നത് എന്ന് മനസ്സിലാക്കി അവരുടെ സഞ്ചാര വാഹനങ്ങളെല്ലാം സുരക്ഷിതമാണ്, അപകടം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. അതിർത്തിയിലെ കാവൽ നിൽക്കുന്ന ഭടന്മാർ ജീവൻ തുലാസിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും അറിഞ്ഞുകൊണ്ട് അവരുടെ ജീവൻ നമ്മളായിട്ട് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരികളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.